അവൻ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ സമയത്ത് നമ്മളൊക്കെ വിട്ടു മാറിയെങ്കിലും അതിൽ തന്നെ സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് മിമിക്രിക്ക് ഒരു വാല്യൂ ഉണ്ടെന്ന് ഇപ്പോൾ മഹേഷാണ് സത്യം പറഞ്ഞാൽ. പാട്ട് പഠിപ്പിച്ചു കൊടുക്കാം, ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിച്ചു കൊടുക്കാം, ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാം, മിമിക്രി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരട്ടെ. പറ്റുമോ മഹേഷ്? ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു 7 ഏലത്ത് നമ്മുടെ പേരില്ല. സത്യം പറയാലോ അവിടെ അപ്പൊ സമയം ഒരു 1 മണി ആ സമയമായിരിക്കും, 3 മണി 4 മണിയുടെ ട്രെയിനിൽ ഞാൻ കയറി നടന്നു. Don't underestimate the power of a common man. കില്ലാടിയാണ്, ആർപിക്ക് ഉപയോഗിക്കൂ, നിങ്ങളുടെ കുടുംബം വൃത്തിയാക്കൂ. മഹേഷ് സംസാരിക്കണ്ട, ഞാൻ പറയാം. സിദ്ദിഖ് നീയും ഉണ്ടട്ടാ. ഓക്കെ, അല്ല ഇപ്പൊ നമ്മൾ നേരത്തെ കുറെ നേരം പോസിറ്റീവ് റെസ്പോൺസിനെ ഒക്കെ പറ്റി പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും ഫേസ് ചെയ്തിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യം എന്തായിരിക്കും? ഞാൻ പറയാം. ഞാൻ എന്താ യൂട്യൂബില് പിണറായി സാറുടെയും മോദിജിയുടെയും ശബ്ദാന്വേഷിച്ചാണ് എനിക്കൊരു ബ്രേക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിമിക്രി കളിയാക്കുന്ന രീതിയിൽ എടുക്കുന്നവരുണ്ട്. ഒന്നാമത് രാഷ്ട്രീയക്കാരെ 2 പേരെയാണ് ഞാൻ അന്വേഷിച്ചത്. ആ രാഷ്ട്രീയ ത്തിലുള്ളവരൊക്കെ നമ്മളെ വീട്ടിലുള്ളവരെയും എന്നെയും ഒരുപാട് അങ്ങനെ നേരിട്ട് വിളിച്ച് അങ്ങനെ തെറി പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ കമൻസിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു ഫൺ രീതിയിലാണല്ലോ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ കോമഡി സ്കിറ്റുകളായ പോലും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ അവതരിപ്പിക്കുന്നത് ഫണ്ണിൻ്റെ രീതിയിൽ അപ്പുറത്തെ സമകാലിക അങ്ങനെ എടുക്കുക എന്നുള്ളതാണ് അതിലുപരി. പിന്നെ ഇപ്പം പോലും ഞാനിപ്പോൾ എല്ലാം ഞാൻ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണെന്നും അങ്ങനെയൊന്നും അവകാശപ്പെടാതെ ഒരു എന്താ പറയുക ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു കാരണം ഒറിജിനൽ വോയിസ് എന്ന് പറയുന്നത് അവരുടെ തന്നെയാണ്. നമ്മൾ അവരുടെ ഒരു എന്താ ഫീൽ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും എനിക്ക് കമൻസ് നെഗറ്റീവായിട്ടും വരുന്നുണ്ട്, പോസിറ്റീവായിട്ടും വരുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ സ്വാഗതം ചെയ്യും. കാരണം നമ്മൾ ഫുൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അല്ലാന്ന് ഞാൻ വിശ്വസിക്കും. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നെഗറ്റീവ് കമൻസ് വന്നാലും പോസിറ്റീവ് കമൻസ് വന്നാലും അങ്ങനെ അതിന് ഒരുപാട് പറയാവുന്ന ആളല്ല. എല്ലാം കാണും ഞാൻ. പക്ഷേ കമൻസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ ഫ്ലവേഴ്സിലിരിക്കുമ്പോൾ ഇവ ഇരുന്ന് കമൻസ് നോക്കുന്നത് ഫുൾ കുറേ ഞങ്ങൾ ഒരുമിച്ചൊരു പെർഫോമൻസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മഹേഷ് നീ എന്തിനാ ഇങ്ങനെ കമൻറ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവൻ പറയാം എനിക്കിങ്ങനെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹേർട്ടായതും ആയിട്ടുള്ള ഒരു ഒറ്റ കമൻറ്റ് അതിപ്പോൾ ഈ സ്ഥലത്ത് തന്നെയാണ് ഏറ്റവും പറയാനും യോജിച്ചതുകൊണ്ടാണ് ഞാൻ പറയാം. ഇത്ര ആൾ പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് ഏതോ ഒരു ഇൻ്റർവ്യൂവിലാണ് പറഞ്ഞെന്ന് തോന്നുന്നത്. മഹേഷിന് ഒരു മോശ സമയം ഉണ്ടാവുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് റീച്ച് വരുന്നൊരു സമയം ഉണ്ടായത്. ഞാൻ കയറി അപ്പം ഞങ്ങളുടെ ബന്ധം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സമയം അറിയാലോ. നമ്മൾ കലോത്സവം മുതലോ അല്ലെങ്കിൽ ഞാനും അശ്വന്തും തമ്മിൽ അല്ലെങ്കിൽ മഹേഷൊക്കെ മുതൽ ഇപ്പോഴുള്ള ഇതൊന്നും അല്ല നമ്മൾ മുന്നേ. അപ്പം എനിക്ക് വളരെ വിഷമമായി പോയത് എൻ്റെ ഒരു ഇൻ്റർവ്യൂ പെർഫോമൻസിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്ന് കിടക്കുന്നത് മഹേഷ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മഹേഷിന് ഇങ്ങനൊരു അവസ്ഥ പറ്റിയ കാരണത്തിൻ്റെ പിറകിൽ ഞാനാണ് ഒന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ അതും എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായി. കാരണം അത് നമ്മൾ ഭയങ്കരമായിട്ട് ഇവരൊക്കെ ഏത് തരത്തിൽ മനുഷ്യരല്ലേ നമ്മളെല്ലാവരും. ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മളേറ്റവും കൂടുതൽ മഹേഷിൻ്റെ ഇതും കാര്യങ്ങളെല്ലാത്തിനും ഞാനും അവർ അത്രയും പേര്. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബാക്കി ഇപ്പോൾ നമ്മുടെ ഇത് മറ്റേ അത് കൊള്ളില്ല എന്ന് പറയുന്നത് കൊള്ളില്ല എന്ന് പറഞ്ഞോട്ടെ, ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടോട്ടെ. പേഴ്സണലി നമ്മുടെ കുറേ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് പറയുമ്പോൾ നമ്മൾ അതൊക്കെ നമുക്ക് ഭയങ്കര അല്ലെങ്കിൽ ഇപ്പോൾ മഹേഷ് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ളവരെ തെറി പറയുക നമ്മൾ അങ്ങനെയൊക്കെ ചില കമൻറ്റുകൾ കാണും. അതൊക്കെ നമുക്ക് ഭയങ്കര ഇതാവും. അല്ലാതെ നമ്മുടെ പെർഫോമൻസിനെ പറ്റിയുള്ളതൊക്കെ അത് ഓരോരുത്തരുടെ വ്യക്തി അഭിപ്രായങ്ങളാണ്. അത് ആർക്കും എന്തും പറയാം. മമ്മൂക്കാനെ ലാലേട്ടനെ തന്നെ ഇവിടുത്തെ എന്തൊക്കെയോ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണൽ സംഭവങ്ങളൊക്കെ നമ്മൾ വളരെ ഹേർട്ട് ചെയ്യും. അതെൻ്റെ മനസ്സിൽ എന്ന് ഭയങ്കരമായിട്ട് ഹേർട്ടായ ഒരു സംഭവമാണ് ഒരു പുള്ളി കമൻറ്റ് ചെയ്തത്. അത് ആരോ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അറിയുന്ന ആളാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരൊക്കെ വർഷങ്ങൾ മുമ്പുള്ള പരിചയമുള്ള ആൾക്കാരാണ്. നിങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് വേദനിക്കുന്ന ഒരു മനസ്സും ഉണ്ടെന്ന് ഈ സമയത്ത് പറയാം. അല്ലാതെ മൊത്തത്തിലുള്ള പിന്നെ അശ്വന്തിന് പിന്നെ നെഗറ്റീവ് കമൻസ് അങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒത്തിരി എന്നെ അന്ന് അഭിസംബോധന ചെയ്ത് ഇങ്ങനെയാണ് ഒരു 3rd ക്ലാസ് മിമിക്രി ആർട്ടിസ്റ്റ് അല്ലേ എന്ന് ചോദിച്ച എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് കുറച്ച് ഫ്രണ്ട്സും വളരെ വേണ്ടപ്പെട്ട ഒരാളും പോയതിന് പുറകെ ഞാൻ 2-3 വർഷത്തോളം ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയ വ്യക്തിയാണ്. അന്നാണ് മിമിക്രി സ്റ്റോപ്പാണ്. മഹേഷിന് അറിയാം. മഹേഷ് ഞാൻ ഒരു സമയത്ത് യൂട്യൂബിൽ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഞാൻ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ആ സമയത്ത് അന്ന് തുടങ്ങിയിട്ടില്ല ഇല്ലല്ലോ. അപ്പം ഞാൻ അന്ന് അങ്ങനെ പൊക്കോണ്ടിരുന്ന വ്യക്തിയാണ്. മിമിക്രിയാണ് പീക്ക് എന്ന് പറഞ്ഞ് നിന്ന ടൈമിൽ ഞാൻ പോകുന്ന സമയത്ത് പ്രതീക്ഷ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്ന കുറച്ച് ആൾക്കാർ
എൻ്റെ മുഖത്തോക്കി തേർഡ് ക്ലാസ് മിമിക്രി ആർട്ടിസ്റ്റ് എന്ത് ആകാൻ പോകുന്നു, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഇതാന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആൾക്കാർ പോയ സമയത്ത് ഭയങ്കര ഡൗൺ ആയി പോയിട്ടുണ്ട്. അപ്പം ഞാൻ മിമിക്രി തന്നെ, അപ്പം എനിക്ക് തന്നെ ഓക്കെ ഇത് ഇങ്ങനെ ആൾക്കാരുടെയൊക്കെ മനസ്സിൽ നമ്മൾ എത്രയൊക്കെ റീച്ചിൽ പോയാലും നമ്മളെ കാണുന്ന ഈ ലെവലിലാണോ എന്ന് എനിക്ക് സ്വയം തോന്നിയ ടൈമിൽ ഞാൻ ഒരു 3 വർഷത്തേക്ക് ഞാൻ എൻ്റെ തൊണ്ട അനക്കിയിട്ടില്ല. 3 വർഷം ഞാൻ മിമിക്രി എന്ന് പറഞ്ഞാൽ പരിപാടിക്കാൻ പോയിട്ടില്ല. ഞാൻ അവിടെ ഫുള്ള് നിർത്തി, എൻ്റയർലി ഡൗൺ ആയിപ്പോയി. പിന്നീട് വേറെ ജോബ് നോക്കാൻ തുടങ്ങി. പിന്നെ അപ്പോഴൊക്കെ മഹേഷ് ചെയ്യുന്നതാണെന്നുണ്ട്. സിദ്ധി എനിക്ക് ആ സമയത്ത് നിർത്തിയിരിക്കുന്നത്, ഇവനെ നിർത്തിയിരിക്കുന്ന ടൈമാണ്. അപ്പൊ മഹേഷ് ചെയ്യുന്നതാണെന്ന് എനിക്ക് അപ്പോൾ ഞാൻ എപ്പോഴും മഹേഷിനായിട്ട് മെസ്സേജ് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഒരുപാട് ആൾക്കാർ മിമിക്രി സത്യം പറഞ്ഞാൽ ചെയ്തിട്ട് എല്ലാവരും അതിൽ നിന്നൊക്കെ പോയിട്ട് അവൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ നോക്കുമ്പോൾ മറ്റേ വാട്സപ്പിൽ നമുക്ക് ലിങ്ക് വരും മഹേഷിന്റെ. അപ്പൊ ഞാൻ മറ്റേ ബാബുരാജിന്റെ കോവിഡ് സമയത്ത് നമ്മുടെ ജോജി പടത്തിലെ ഒരു ഡബ്ബൊക്കെ കണ്ടിട്ട് ഞാൻ അവന് എടാ ഇതൊക്കെ റീച്ച് ആവും, ഭയങ്കരമായിട്ട് ഇത് വേറെ ലെവലിൽ പോവും എന്ന് ഞാൻ എപ്പോഴും വാട്സപ്പിൽ അവന് മെസ്സേജ് വരുന്നത്. കാരണം അവൻ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ സമയത്ത് നമ്മളൊക്കെ വിട്ടുമാറിയെങ്കിലും അതിൽ തന്നെ സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, മിമിക്രിക്ക് ഒരു വാല്യൂ ഉണ്ടെന്ന് ഇപ്പോൾ മഹേഷാണ് സത്യം പറഞ്ഞാൽ. ഇത് മാറ്റിയതിന് ശേഷം അവൻ നന്നായിട്ടൊരു മിമിക്രിക്ക് ഒരു വാല്യൂ ഉണ്ട്. കാരണം ആ ആർട്ട് ഫോമിന് നമ്മളെ 3 പേരും മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. ആ ആർട്ട് ഫോമിൽ ഈ പറഞ്ഞ മഹേഷ് മറ്റേ അശ്വന്ത് പറഞ്ഞ പോലെ ചില ആളുകളൊക്കെ മിമിക്രിക്കാരനല്ലേ, ഇപ്പൊ ഒരു മ്യൂസീഷ്യനെ പറയണ പോലെ അല്ല ഒരു മിമിക്രി ശരിക്കും ഗ്യാപ്പ്. സത്യം പറഞ്ഞ ഇപ്പൊ സ്റ്റേജിൽ പോകുന്ന ഗ്യാപ്പിന് വന്ന ആൾ അല്ലെ, ഗ്യാപ്പ് കളിക്കാൻ കയറുന്ന മിമിക്രിക്കാർ. എന്നിട്ട് 15 മണിക്കൂർ റിഫോൺ നിൽക്കുന്ന ഗ്യാപ്പിന് ചെയ്യാൻ വരുന്ന ആൾക്കാരല്ലേ മിമിക്രി ആർട്ടിസ്റ്റ്, സ്റ്റാൻഡപ്പ് കോമഡിയൻ. അങ്ങനെ ഇപ്പോഴും അങ്ങനെ നമ്മളെ എൻ്റെ അടുത്ത് ആ വ്യക്തി പറയണ ഞാൻ 3 വർഷം പോയി ഇത്ര ഡസൻ മാറ്റർ അന്ന് ഉറപ്പിച്ചാണ്. ഇതിൽ രക്ഷപ്പെടാൻ പല വഴികളുണ്ടാവും. ഇപ്പൊ എനിക്ക് ആക്ടിങ്ങിലേക്ക് പോകണം, റൈറ്ററായിട്ട് പോകണം, എനിക്ക് അവിടെ നിന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി അന്ന് ഉറപ്പിച്ചതാണ്. ഇപ്പൊ ഞാനൊരു പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഓക്കെ എൻ്റെ റൂട്ട് എന്താണ് ഇപ്പൊ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കുറെ നാൾ കഴിയുമ്പോൾ ഇന്റർവ്യൂ എടുത്ത് നോക്കുമ്പോൾ പറയുമ്പോൾ കാണണം മിമിക്രിയിൽ നിന്ന് തന്നെ കയറി വന്നാന്ന്, മിമിക്രി കൊണ്ട് മാത്രം വന്നത് അതിനുവേണ്ടി വാശിക്കാം. അതുകൊണ്ടാണ് വീണ്ടും പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മിമിക്രി എല്ലാവർക്കും പറ്റുന്ന ഒരു പരിപാടിയല്ല. ഞാനൊരു ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കാം. പാട്ട് പഠിപ്പിച്ചു കൊടുക്കാം, ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിച്ചു കൊടുക്കാം, ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാം. മിമിക്രി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരട്ടെ? പറ്റുമോ മഹേഷ്? മിമിക്രി പഠിപ്പിച്ച് നമുക്ക് കുറെ ട്രിക്സ് എന്തെങ്കിലും, അല്ലാതെ ഇപ്പോൾ പാട്ട് സരിഗമ നമുക്ക് ഇതൊക്കെ പറഞ്ഞ് അത്യാവശ്യം ഒരു പാടാൻ കഴിവുള്ള ആളെ മിമിക്രി നമുക്ക് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്. മോഹനേഷ് കലോത്സവത്തിന് മിമിക്രി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ തന്നെ റിസർച്ച്, അത് എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല. അത് അങ്ങനെ പറയുന്നല്ല, മിമിക്രി എന്താന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ചെയ്തു നമ്മൾ സ്വയം റിയലൈസ് ചെയ്തു. എൻ്റെ ചേട്ടൻ മിമിക്രി വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ മിമിക്രി തുടങ്ങിയത്. അതുവരെ 7ാം ക്ലാസ് വരെ എനിക്കൊരു മിമിക്രി ആയിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അപ്പം ഞാനും ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ട് മാറ്റി ആദ്യ കാലത്തൊക്കെ വിനീത് ശ്രീനിവാസനും ഈ കേൾക്കായിരുന്നു. അപ്പൊ നമുക്ക് ടി വിയിലൊക്കെ ഓരോരുത്തരെ കാണാമല്ലോ. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്തിട്ട് കോളേജ് സമയത്ത് ഇപ്പോഴാണ് സാറുമാരൊക്കെ അനുകരിച്ച് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ഇങ്ങനെ ഒരു ടാലന്റ് നന്നായിട്ട് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ടാലന്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ രൂപമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ആ രൂപം, ആ രീതി. ഇപ്പൊ നേരത്തെ നമ്മൾ ചെയ്യുമ്പോൾ ഷെയിൻ ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ പോകുന്നത് നമ്മൾ ആ ഒരാളെ കുറച്ചുകൂടെ മനസ്സിൽ കണ്ടിട്ടാ ചെയ്യുന്നു. ഇപ്പൊ വിനായകൻ ചെയ്തപ്പോ മഹേഷ് മാറിയത് കണ്ടില്ലേ, സെൽവനാണ് അതൊക്കെ. അപ്പൊ അത് വരണതാണ്, നമ്മള് മനഃപൂർവ്വം അല്ല, അത് തന്നെ വരണതാണ്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാണ്. അശ്വന്തേട്ടൻ പിന്നെ എങ്ങനെയായിരുന്നു തിരിച്ചാ 3 years കഴിഞ്ഞ് വരാൻ? എനിക്ക് പേടിയല്ല. ഞാൻ ആ സമയത്ത് സ്റ്റേജിൽ കയറി തുടങ്ങിയ ടൈമിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ശബ്ദം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഫസ്റ്റ് വെല്ലുവിളി, അത്രയും നാൾ കഴിഞ്ഞ് ഞാൻ സൗബിൻ, എൻ്റെ ഏറ്റവും ഹൈലൈറ്റ് സൗബിനാണ്. നമ്മൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത് നോക്കുമല്ലോ, ഞാൻ ആ ഡയലോഗ് കൊണ്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. ഐ എം ഡൺ. കാരണം എൻ്റെ ഏറ്റവും ബെസ്റ്റ് സാധനം സൗബിനാണ്. സൗബിൻ്റെ എനിക്ക് ചേട്ട് കിട്ടണില്ല. ഞാൻ എന്ത് മലക്കം ഞാൻ കരഞ്ഞിട്ടുണ്ടിരുന്നു. എൻ്റെ സിസ്റ്റർ അനിയത്തിയുണ്ട്, എനിക്കൊരു 8-9 വയസ്സ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നുകൂടെ നോക്കാം നമുക്ക് ചേട്ടായി, നമുക്ക് നോക്കിയിട്ട് അത് കിട്ടാണ്ടിരിക്കലെന്ന് പറഞ്ഞ്. അപ്പോൾ ഒന്നുകൂടെ ട്രൈ ചെയ്തു, കിട്ടിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സൗബിക്ക് കിട്ടുന്നത്. അവൾക്ക് 3 വർഷം തൊണ്ടാൻ കണ്ടിരുന്നപ്പോൾ തന്നെ മറ്റേ ബേസൊക്കെ കയറി കിടക്കുവാണ്. അപ്പോൾ സൗബിൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ മറ്റേ മാർക്ക് ചെയ്യുമല്ലോ നമ്മൾ സൗബിൻ പുതിയ അപ്ഡേഷൻ, പിന്നെ വെട്ടാൻ തുടങ്ങി. 1 മാസത്തിൽ ഇത്രണ്ണം പഠിക്കണം. പഠിച്ച് വീണ്ടും എങ്ങനെ റിക്കവർ ചെയ്ത് ഇപ്പോൾ ഫീൽഡ് വന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബ്രദറുണ്ട്, രാജേഷ് കടവന്തറ. ഞാനത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. കാരണം ഒരു സമയത്ത് ഞാൻ ആരും പറഞ്ഞു ചെയ്തില്ല,
ഇവനെ പേടിച്ച് ആരും ഫീൽഡ് ഇറങ്ങത്തില്ലായിരുന്നു. സ്പോട്ട് ഡബ് ചെയ്യേണ്ടിരുന്ന ആൾക്കാർ നിർത്തി വെച്ചിട്ടുണ്ട്. ഇവൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് കമ്പാരിസൺ എന്ന് പറഞ്ഞ സാധനം അവിടെ വരും. അപ്പൊ ആരും ധൈര്യപ്പെടത്തില്ല. അപ്പൊ എൻ്റെ അടുത്ത് എനിക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഓക്കെ നമുക്ക് ചെയ്യാൻ രാജേഷേട്ടൻ എന്ന് പറയുമ്പോൾ രാജേഷേട്ടൻ പറയും എത്ര എണ്ണം അശ്വന്ത് 5 എണ്ണം. അപ്പൊ രാജേഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദർ രാജേഷേട്ടൻ പറയും പുള്ളി ആങ്കറാണ് 5 എണ്ണമായിട്ടൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, നീ വീട്ടിലിരുന്നോ. അപ്പൊ അയാൾക്ക് എന്നെ എങ്ങനെ പ്രൊവോക്ക് ചെയ്യണം നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ അടുത്തൊരു 5 എണ്ണോട് അയച്ചു കൊടുക്കും. അപ്പൊ ഡബ്ബിയായിട്ട് അയച്ചു കൊടുക്കാൻ പറയും. അങ്ങനെ ഇരുന്ന് പുള്ളി എന്നെ കുത്തിരിപ്പുണ്ടാക്കി പറഞ്ഞ് ഒരു 15 എണ്ണമായിട്ട് ഞാൻ നിന്നു. അവിടെ വരെ എൻ്റെ രാജേഷേട്ടൻ എന്നെ വീണ്ടും ട്രാക്കിൽ കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കോള് വന്നത്. നമസ്കാരം, ഞാൻ ആദർശാണ്. അപ്പൊ ഞാൻ നമസ്കാരം, കണ്ണൂർ എനിക്കൊരു ഷോ ഉണ്ട്, നീ കൂടുന്ന. ഞാൻ പറഞ്ഞു വരാമല്ലോ, കാരണം നമ്മളൊക്കെ ഭയങ്കര പുള്ള ഷോ പോയിരുന്നുണ്ട്. ഞാൻ പോയി ഇട്ടു. അപ്പൊ പുള്ളി എൻ്റെ ചോദിച്ചു കൊള്ളാം, ഗംഭീരം, അത് എല്ലാം വളരെ നന്നായിരുന്നു. അപ്പം നിന്റെ ഫോട്ടോ വെച്ചാൽ നമുക്ക് ഷോ കാർഡ് വെക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം ഷോയുടെ പേര് നാദിർ ഷോ എന്നാണ്. അപ്പൊ അതിനകത്ത് വന്നു. അപ്പൊ എനിക്ക് പിന്നെ പുള്ളിനെ ഇംപ്രസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ റൂട്ട്. ഇക്ക ഞാൻ പുതിയതായിട്ട് പഠിച്ച വോയിസ് ആണ് എന്ന് പറഞ്ഞ് പിന്നെ ഓരോന്നിരുന്ന് അങ്ങ് അയച്ചു കൊടുത്തു. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, ഇക്ക എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, കാരണം ഇവിടെ ചോദിച്ചാൽ എനിക്ക് കിട്ടുള്ളൂ, നീ ദിലീപേട്ടനെ എന്ന് കാണും പറ്റുമെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടില്ല, പോയി. അടുത്ത ദിവസം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ് നീ നിന്റെ പാസ്പോർട്ടുമായിട്ട് പെട്ടെന്ന് ദേവൂട്ടിലേക്ക് വാ, നമുക്ക് സൗദിയിൽ ഷോ ഉണ്ട്, ദിലീപിന്റെ ഷോ ആണെന്ന് പറഞ്ഞ് ദിലീപേട്ടനെ കൊണ്ട് കാണിച്ചു. അതൊക്കെ ആകർഷിക്കാറാണ്. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് പടത്തിൽ ഇത് കിട്ടി. ഞാൻ എൻ്റെ നാളെ ഞാൻ എന്തെങ്കിലും ആയാലും ഇല്ലെങ്കിലും എൻ്റെ മിമിക്രി കരിയറിനകത്ത് അല്ലെങ്കിൽ എന്നെ ആദ്യമായിട്ട് അബ്രോഡ് ട്രിപ്പൊക്കെ കൊണ്ടുപോയി ഞാൻ ഒരു 10-20 ട്രിപ്പ് കഴിഞ്ഞു ഇപ്പോൾ. അപ്പം അതിനകത്ത് കൂടുതലും നാദർഷിക ഷോസ് ആയിരുന്നു വന്നത്. നാദർഷികയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആർട്ടിസ്റ്റുകളെ ഇവിടെ കണ്ടാലും വിളിച്ച് പ്രോത്സാഹിപ്പിക്കും. ഞങ്ങൾ ഷോ ചെയ്തിട്ടുണ്ട്, മഹേഷും ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, അശ്വന്തും ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വിളിക്കും. ഇപ്പൊ റീസെന്റ് എന്റെ ആ ലാലിന്റെ ഒക്കെ എപ്പിസോഡ് എവിടെടാ എന്നോട് വിളിച്ചു നമ്പർ, അപ്പൊ ഞാൻ പറഞ്ഞ നമ്പർ ഇട്ട് കൊടുത്തു, വിളിച്ച് സംസാരിച്ച് കുറെ നേരം. അപ്പൊ അത് നാർഷിക എന്നെ ഇവരെ എപ്പോഴും കളിയാക്കും. ഞാൻ ഇത്തിരി വൈക്കത്തായോണ്ട് ഞാൻ നാദർഷിക എന്ന് പറയാൻ എനിക്ക് ഇച്ചിരി നാർഷികന്നേ പറയത്തുള്ളൂ. അപ്പൊ ഇവരെന്നെ കാണും പറയും. അല്ല എന്നല്ല, ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് ബേസിൽ ബെന്നി എന്ന് പറഞ്ഞാൽ, അവൻ എപ്പോഴും ഇവനെ അനുകരിക്കാൻ കളിയാക്കും. അപ്പം നാഷ്കരിക്ക് 500 അങ്ങനെ പറയും. 500 അല്ല തന്നെ പറയല്ലേ, എന്നെ വിളിക്കും, ഞാൻ നിനക്ക് 500 അപ്പൊ എന്റെ മിമിക്രി കരിയറിലും എന്റെ മുന്നോട്ടുള്ള ലൈഫിലും എന്റെ ഏറ്റവും വലിയ ഗോഡ് ഫാദർ ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്ന എപ്പോഴും പുള്ളിയുടെ മുഖം തന്നെയായിരിക്കും. നാദർഷിക കാരണമാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത്. ഇപ്പൊ ഒരു പടത്തിലും നല്ല സ്പേസ് എന്നൊക്കെ നാദർഷിക കാരണമാണ്. തീർച്ചയായിട്ടും. പക്ഷെ ഇവര് തമ്മിൽ ഒരു കലോത്സവ ബന്ധമുണ്ട് ഗൈസ്. കലോത്സവം ഉണ്ട്. മഹേഷ് എന്നിലും മൂത്തതാണല്ലോ, എന്നിലും അതിങ്ങനെ അടുത്തടുത്ത് പറയണ്ടെന്നല്ലേ ചേട്ടാ. ഞാൻ സിദ്ദിഖിനെ ഫസ്റ്റ് കാണുന്ന ഒരു സബ് ജില്ലാ കലോത്സവത്തിലാണ്. ജില്ലാ കലോത്സവം. ജില്ല. ഞാൻ എനിക്ക് അങ്ങനെ മിമിക്രിയിൽ ആ സ്കൂൾ കാലഘട്ടത്തിലൊന്നും അങ്ങനെ പ്രൈസ് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഒരു റവന്യൂ തലം വരെ മാത്രമേ ഇപ്പോൾ പോയിട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ റവന്യൂവിൽ വെച്ച് തൃപ്പൂണിത്തുറയിൽ വെച്ച കലോത്സവത്തിൽ ഒരു വെള്ള ജുബ്ബ ഇട്ട് താടിയില്ല മീശയില്ലാത്ത ഒരു പയ്യൻ ചേട്ടാ എന്റെ പരിപാടി ഉണ്ടായിരുന്നു, ഭയങ്കര ഇതായിട്ട് സംസാരിച്ചു. നമുക്ക് അറിയില്ലട്ടോ, ഓടി നടന്ന് എന്റെ കണ്ടായിരുന്നു ചേട്ടാ എല്ലാരും. അതായത് അന്ന് അവിടെ അതെ ഇവരും ഞാനും തമ്മിൽ ഇവരുടെ ഈ കണക്ഷൻ പറഞ്ഞപ്പോ ഞാനന്ന് കുഞ്ഞാ, അപ്പൊ ഞാനന്ന് ഇല്ലല്ലോ, ഇവരന്ന് ഞാൻ തീർത്തും പൊടി. അല്ല ഞാൻ പറഞ്ഞേ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ എല്ലായിടത്തും പോയി ഓടി നടന്ന് ചോദിക്കുമെന്ന്. ഞങ്ങള് വേറെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ചർച്ച വന്നിട്ടിരിക്കുമായിരിക്കും. ഇവനപ്പം വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് സീരിയസ് ആയിട്ട് എന്നെ ആറ്റിറ്റ്യൂഡൊക്കെ മാറും കേട്ടോ. കൈ കടിക്കാൻ നോക്കിക്കോ എന്നെ അതേപോലെ അശ്വന്ത്. അപ്പൊ ഞാൻ എന്താ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു പറ സിദ്ധി. എന്നിട്ട് മറ്റേ പെട്ടെന്ന് എങ്ങനെയുണ്ട് കാര്യത്തിലേശം ഞാൻ ഇപ്പൊ പഠിച്ചതാണ്. അപ്പൊ നമ്മുടെ മൈൻഡ് മാറുക അവിടെ ഒരു. അപ്പൊ ഇവൻ അങ്ങനെ അപ്പൊ ഇപ്പൊ പറഞ്ഞപ്പോ ഇവൻ ഇങ്ങനെ എല്ലാവരും എങ്ങനെയുണ്ട് പെട്ടെന്ന് ചോദിക്കണം അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെ അറിയാം. അല്ലെങ്കിൽ ഭയങ്കര അപ്പൊ ഈ പറഞ്ഞ പോലെ അന്നത്തെ ഒരു ടൈമില് അവിടെ കുറെ ആളുകൾ മഹേഷിന്റെ എനിക്ക് തോന്നുന്നു പുത്തൻകുരിശിന്റെ ഒക്കെ അടുത്തായതുകൊണ്ട് അവിടെ ആളുകളൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പൊ എന്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരും വന്ന് പറഞ്ഞു മോനെ കൊള്ളായിരുന്നു, ഫസ്റ്റ് ആയിരിക്കും എന്ന് പറയാം. അപ്പൊ നമുക്കൊരു പ്രതീക്ഷയാണല്ലോ, നാട്ടുകാരൊക്കെ എല്ലാവരും പറയുന്നത്. ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരുന്നു. റിസൾട്ട് പറയുന്ന സമയത്ത് ഫസ്റ്റ് വേറെ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി.
അപ്പൊ എല്ലാവരും, അതായത് നാട്ടുകാരൊക്കെ പറയണം നമ്മുടെ ഫസ്റ്റ് കേട്ടുണ്ട് ഇവനത് ശീലമാ. അതെ, അതോടെ പറയാം. ഇത് കംപ്ലീറ്റ് എന്നിട്ട് ഞാനപ്പോ നമുക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ട് ആൾക്കാരെല്ലാവരും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ കലോത്സവത്തിന്റെ അഴിമതി കൂടെ പറയുന്നതാണ് ഇന്നുണ്ട്, ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നേരെ പോയിട്ട് ജഡ്ജസിന്റെ അവിടെ പോയിട്ട് മാർക്ക് ഷീറ്റ് ഇങ്ങനെ ഒടിഞ്ഞു നോക്കി നോക്കി എന്താ ചോദിക്കാൻ എന്നുള്ള രീതിയിലാണ് പോയി ചോദിക്കാം, എന്താ സാറെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അവർ എഴുന്നേക്കണം. ആ സമയത്ത് ഞാൻ ഷീറ്റ് കണ്ടപ്പോൾ എൻ്റെ പേരിന്റെ നേരെ വെട്ടിയിട്ട് വേറെ ആളുടെ പേരിൽ ടിക്ക് ഇട്ടിട്ട് വെരി ഗുഡ് എന്ന് അങ്ങനെ എന്തോ എഴുതിയേക്കുന്ന ഞാൻ കണ്ട്. ഞാൻ ഒറ്റ അറിയില്ല അവിടെ വെച്ച് ഇങ്ങനെ ഒച്ച എനിക്കാണ് ഫസ്റ്റാണ്. അപ്പൊ തന്നെ മറ്റേ പോലീസ് അവര് മറ്റേ ഇവരെല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും മീഡിയക്കാരൊക്കെ വന്നു. അവിടെ വെച്ചിട്ട് തന്നെ ഇവര് പറഞ്ഞു അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്, ശരിക്കും ഫസ്റ്റ് ഈ കുട്ടിക്ക് തന്നെയാണെന്ന് പറഞ്ഞിട്ട് തിരുത്തി പറഞ്ഞവര് നമുക്ക് ഫസ്റ്റ് കിട്ടി പേപ്പറിലൊക്കെ ഫോട്ടോ ഇടിച്ചു വാങ്ങിയെടുത്തു. അത് MG യൂണിവേഴ്സിറ്റിക്ക് നടന്നില്ല. അത് വേറൊരു കഥ. അവരും ഞാനും കൂടെ മഹാരാജാസിൽ വെച്ചിട്ട് ഒരു കലോത്സവം നടക്കുന്ന സമയം, അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് മത്സരിക്കാൻ വരുന്നത്. അല്ല ഇവൻ എന്നിൽ മൂത്തതാ. അല്ല ഇത് കട്ടിയാണ്. കാരണം ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഇവനൊന്നും കേറിയിട്ടില്ല. ഞാൻ പ്ലസ് ടു പഠിക്കാം. അപ്പൊ അന്ന് പുള്ളി മൂത്തതാണല്ലോ, കാരണവരാണ്. അപ്പൊ മൂപ്പര് ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോ മൂപ്പര് സെക്കൻഡ് ഇയർ. അപ്പൊ നമ്മൾ ഒരുമിച്ച് മത്സരിക്കുന്ന വർഷം വന്നു. അപ്പൊ ആ വർഷം മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന് എനിക്ക് പ്രൈസ് കിട്ടി. എനിക്ക് സെക്കൻഡ് പൊസിഷൻ ആയിരുന്നു. ഫസ്റ്റ് അമലശോക് എന്ന് പറയുന്നത് നമ്മുടെ അമലായിരുന്നു ഫസ്റ്റ്. ഇവന് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. എനിക്ക് അപ്പം അടുത്ത വർഷം ഈ കഴിഞ്ഞിട്ടുള്ള വർഷം അമലില്ല. അമല് പാസ്. അമല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 തവണ നാഷണൽ ലെവൽ മിമിക്രി ഒക്കെ, ഈ മറ്റേ നാച്ചുറൽ വോയിസ് അങ്ങനെയൊക്കെ സംഭവങ്ങളാണ്. മിമിക്രി കൂടുതൽ അതാണ് ഈ കലോത്സവത്തിലൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഗംഭീര ആർട്ടിസ്റ്റ് അമല്. അമല് പിറ്റത്തെ വർഷം ഇല്ല. അപ്പൊ എനിക്ക് കഴിഞ്ഞ വർഷം സെക്കൻഡ് കിട്ടിയിരിക്കുകയാണ്, ഇവനുണ്ട്. അപ്പൊ ഇവൻ വരുന്നതിന് മുന്നേ നമ്മള് എനിക്ക് സെക്കൻഡ് അടിച്ചാണ്. എനിക്കും അറിയാം എന്റെ എതിരാളി ഇവനാണ്, ഇവന്റെ ഒപ്പോണന്റ് ഞാനാണ്. അങ്ങനെ വന്നേക്കുന്നത്. അപ്പൊ 2 സെറ്റാ. മഹാരാജാസിന്റെ സിദ്ദിഖിന് ഒരു 10 പേരുണ്ടാവും. കോട്ടയത്ത് ചേർന്നുകൊണ്ട് എന്റെ കൂടെ കൂടുതൽ ആൾക്കാരുണ്ട്. കാരണം എന്റെ കോളേജിലാണ് പരിപാടി. ഞാൻ കയറി ഭയങ്കര കൈയടി. അപ്പം സെറ്റ് സിദ്ദിഖ് കയറി കൈയടി. അപ്പൊ എന്റെ അടുത്ത് എന്റെ കൂടെ വന്നിട്ട് പറയും അവനെ നോക്കിയാൽ മതി. ഇവന്റെ അടുത്ത് നോക്കിയാൽ അപ്പൊ ആദ്യം യൂണിവേഴ്സിറ്റി കലോത്സവം ആദ്യം A ഗ്രേഡാണ് വിളിക്കുന്നത്, ആദ്യത്തെ 10 എണ്ണം. അപ്പൊ ഞാൻ സിദ്ദിഖും ചായ കുടിച്ച് നിന്നിട്ട് നമുക്ക് അടുത്ത ഷൂട്ടിനെ പറ്റി സംസാരിക്കാം. ആ മൂടാണ്. കാരണം നമുക്ക് പ്രൈസ് വിളിക്കുമ്പോ പോകാനോ. അപ്പൊ ഞങ്ങളുടെ കൂടെ പാഷാണശാലി അരുളിനാണ് അവസാനത്തെ A ഗ്രേഡ് കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അരുളൊക്കെ നിൽക്കുന്നു, തേർഡ് അനൗൺസ് ചെയ്യാം. അപ്പൊ ഞാൻ സിദ്ദിഖും പതിയെ കയറി. സിദ്ദിഖിനോട് ഒരു 10-20 പേര് വന്നു, എൻ്റെ കൂടെ കുറച്ച് പേര് വരുന്നു. സിദ്ദിഖ് അപ്പുറത്ത് കൈയിട്ട് നിൽക്കുന്നു, നടുക്കാണ് മറ്റേ അനൗൺസ് ചെയ്യണം. ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നു. തേർഡ് പ്രൈസ് കോസ്റ്റ് അപ്പൊ ഒരു ജസ്റ്റ് നമ്പർ വിളിച്ചു. അപ്പൊ ഞാൻ അവന് നോക്കിയാ ഇല്ല. അപ്പൊ ഞാൻ ഇതിനൂടെ ടെൻഷനായി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ട് തോക്കരുത്. ആ തോറ്റ ഇച്ചിരി ഈഗോയും മറക്കും. അപ്പം ഞാനിങ്ങനെ സിദ്ദിഖിനെ നോക്കും, സിദ്ദിഖ് എന്നെ നോക്കും. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു. അപ്പൊ പെട്ടെന്ന് എനിക്കും ഇല്ല ഇവനും ഇല്ല. അപ്പൊ ഞാൻ നിങ്ങൾ ഓടി വന്നിട്ട് കാരണം അങ്ങനെയാണ് തോക്ക്. അപ്പൊ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു 7 ഏലത്ത് നമ്മുടെ പേരില്ല, A ഗ്രേഡും ഇല്ല, B ഗ്രേഡും ഇല്ല, പ്രൈസും ഇല്ല. ഞങ്ങൾക്കില്ല, ഒന്നുമില്ല. ഞാനപ്പോ തന്നെ അശ്വന്തിന്റെ അടുത്ത് ഞാൻ ഈ സൈഡിൽ കൂടെ ഇവൻ ഈ സൈഡിൽ കൂടെ എന്നിട്ട് പുറകെ വന്നിട്ട് കരഞ്ഞു. സത്യം പറയാലോ, അവിടെ അപ്പൊ സമയം ഒരു 1 മണി ആ സമയമായിരിക്കും, 3 മണി. 4 മണിയുടെ ട്രെയിനിൽ ഞാൻ കയറി എറണാകുളത്തെത്തി. എന്നിട്ട് ഇവൻ ഫോണിലൂടെ കരയുന്നു. ഞാൻ അവിടെ ഇരുന്ന് എന്റെ കോളേജിൽ ഇരുന്നായിരുന്നു. അത് നമുക്ക് കഴിവില്ലാത്തോണ്ടല്ല, അത് ഫിക്സ്ഡ് ആയിരുന്നു. വേറെ കുറച്ച് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ഇല്ലാണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും നമ്മള് ഇപ്പൊ മഹേഷ് ആയാലും, മഹേഷ് ഒരു സ്ഥലത്ത് ജഡ്ജ് ചെയ്യാൻ പോകാറുണ്ട്. ഞാനും അങ്ങോട്ട് ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്, എടാ ജഡ്ജിങ്ങിന്റെ രീതികളൊക്കെ എങ്ങനെയാ? ഞാൻ ജഡ്ജ് ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മള് അങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ ജഡ്ജിങ്ങിൽ ഇരിക്കുമ്പോൾ വളരെ ആയിട്ട് ഏറ്റവും നല്ല ടാലന്റിന് തന്നെ കിട്ടണം എന്നുള്ളൊരു വാശി നമുക്കുണ്ടാവും. കാരണം എന്താണ് ചേട്ടാ ജഡ്ജ് ചെയ്യുമ്പോൾ കൂടുതലും ബുദ്ധിമുട്ട് വരണത്? ബുദ്ധിമുട്ട് തന്നെ നമ്മൾ എല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ നമ്മൾ റിസൾട്ട് പറയുന്നതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്തുകൊണ്ട് ഇയാൾക്ക് കൊടുത്തില്ല, എന്തുകൊണ്ട് ഇയാൾക്ക് കൊടുത്തു. ഇത് പറയാതെയാണ് മിക്ക ജഡ്ജസുകളും ഇന്ന് മിമിക്രി മത്സരം അനൗൺസ് ചെയ്തിട്ട് പോകുന്നത്. ശരിക്കും മിമിക്രി ജഡ്ജ് ചെയ്ത ആള് കൃത്യമായിട്ട് ആ മത്സരത്തെ പറ്റി പറയണം.
അതിൽ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയതിന്റെ വ്യത്യാസങ്ങൾ ഇവരുടെ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, എന്താണ് അതിലെ നിലവാരത്തിന്റെ കാര്യം, ഇതെല്ലാം പറയണം. ഇതൊന്നും ഇപ്പൊ പറയാറില്ല സ്കൂൾ കലോത്സവത്തിൽ. ഒന്നിനും നമ്മുടെ എന്തെങ്കിലും പോലെ പറഞ്ഞില്ല അന്ന് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് സൈഡിൽ കൂടെ ഇറങ്ങി പോയത് അവര്. ഞങ്ങളവരും പറഞ്ഞില്ലെന്ന്. നമ്മൾ പ്രതിഷേധിക്കണം. ഞങ്ങൾ സൈഡിൽ കൂടെ പോകണം. ഞങ്ങൾ അല്ല എന്റെ ഇത് ആ കുഴപ്പമില്ലെന്ന് പോട്ടെ. കാരണം ജഡ്ജ് ചെയ്യാൻ വരുന്ന നാടക നടന്മാരായിരിക്കും. പ്രശ്നമായിരിക്കും നാടകം. അതായത് ഈ മിമിക്രി, മോണോ ആക്ട്, ഇങ്ങനെയൊക്കെ എല്ലാം ഒരേ വിഭാഗത്തിൽ വരുന്നതായിട്ടുണ്ട്. ജഡ്ജ് ചെയ്യാൻ ഒരു ആൾക്കാരായിരിക്കും വിളിക്കുന്നത്. മിമിക്രി, മോണോ ആക്ട്, കഥ എല്ലാ ചില നന്നായിട്ട് ജഡ്ജ് ചെയ്യുന്ന ആളുകൾ. എല്ലാരും അങ്ങനല്ല. എം യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും മാത്രമാണ് എല്ലാരും ഇല്ല, ഇത്ര ആൾക്കാർ അത്ര ഉള്ളത്. പിന്നെ മഹേഷ് പോളിടെക്നിക് ആയതുകൊണ്ട് ഞാൻ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തെ പറ്റി അവൻ പറയും കൂടുതൽ. പക്ഷെ എന്നാലും ഇപ്പൊ മുന്നേ പരിചയം അവിടെ ഇവിടെ ആയിട്ട് പരിചയം ഉണ്ടെങ്കിലും ഒന്നിച്ച് ഇങ്ങനെ വന്നപ്പോ ഒരു ഇത്രയും ഒരു ലെവലിൽ അതിനുശേഷം നമ്മുടെ കോമഡി ഉത്സവത്തിലൊക്കെ ഒരുമിച്ച് ഞങ്ങൾക്ക് 3 പേർക്കും ഒരു ടെലിവിഷൻ ബ്രേക്ക് എന്ന് പറയുന്ന അതാണ്. കോമഡി ഉത്സവം അതുവഴിയാണ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് മിമിക്രിക്കാർക്ക് അവസരം ആ പ്രോഗ്രാം വഴിയാണ് കിട്ടുന്നത്. അതെ അതെ, മിഥിലാജ് സാറിന്റെ. ഞാൻ ആ സബ് ജില്ലാ ഇതിന് ശേഷം റവന്യൂവിന് ശേഷം ഇവനെ കാണുന്നത് അവിടുത്തെ ഗ്രൂമിംഗ് സെക്ഷനിൽ വെച്ചാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ എനിക്കൊരു പാട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹം. നിങ്ങൾ 3 പേരും കൂടെ എനിക്കൊരു പാട്ട് പാടിത്തരോ? വിനയത്തോടെ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മുടെ ഇവിടെ രാജുവേട്ടനുണ്ടെന്ന് ചിന്തിക്കുക, തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സാർ ഉണ്ടെന്ന് വിചാരിക്കുക, മലയാളികളുടെ സ്വന്തം ബാബുരാജ്. ഇവര് 3 പേരും കൂടി നമ്മുടെ മണിച്ചേട്ടന്റെ പാട്ട് പാടിയ മുംബൈ കൊച്ചാണ്ടിന്റെ പാടാം. Ready, 1, 2, 3, start. പാണം കത്തണുമാ, വെരി ഗുഡ് വെരി ഗുഡ്. വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. It's your turn to sing. വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണം. മാറിപ്പോയല്ലേ? വയറ് കത്തിയാലോ എന്റെ കൊടല് കത്തണുമാ. ഓടമ്പല ഓണം പഴക്കണുമാ. See, everybody now. Let's sing together. പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. അല്ലാതെ ഏത് പാപ്പം? അതേത് പാപ്പം? അത് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ലാസ്റ്റ് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ മറ്റേ ലിസ്റ്റ് സാധനം അതായത് നമ്മൾ 3 പേര് ഇരിക്കുകയാണ്. ലാസ്റ്റ് ഒരു സെഗ്മെന്റ്. ദുൽഖർ. तेरे आंखों के खजाने में छुपा था मुसाफिर का दरिया, तेरे दिल की खजाने में वो दरिया का नमक. വിശാരടി. ഒരുപാട് സന്തോഷം. ലോക മലയാളികൾ ഒരു പൂവ് ചോദിച്ചപ്പോൾ പൂക്കലം തരുവാൻ ഹാപ്പി ഫ്രെയിംസും പാർവതിയും തയ്യാറായിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. എൻ്റെ കൂടെ മഹേഷ് ഉണ്ട്, സിദ്ദിഖ് ഉണ്ട്, പിന്നെ ഒരു അടിപ്പം കൊച്ച് അശ്വൻ നെൽകുമാറും കൂടെ ഇരിക്കുന്നു. സന്തോഷം, സ്നേഹം. വടിവേലു. நான் என்னையா சொல்றது? 4 கேளட்டு பசங்க கொலை உரிப்படுத்தி பிள்ளைகளை கல்லால் அடிச்சு கொண்டானுங்க. என் போய் உசுரை கல்லு பிடிச்சிட்டு வீட்டுல இருந்து மூச்சு பேச சொல்லாம கையெல்லாம் விட எடுத்து போய் கிடக்குறாயா. ஓகே, அர்ஜுன் தாஸ். இந்த பேப்பர்ல 5 போலீஸ்கார பேர் இருக்கு. இவ தலையை கொண்டு வரதுக்கு லைஃப் ടൈം സെറ്റിൽമെന്റാ. ഓക്കെ, ബേസിൽ. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോണ സിനിമ എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പല നടയിലാണ്. ഈ ധ്യാനിന്റെ കാര്യം എല്ലാവർക്കും അറിയില്ല. വാ പോയൊരു കോടാലിയാണ്. അപ്പൊ അവൻ എന്ത് വേണേ കാണിച്ചോട്ടെ, കുഴപ്പമില്ല. നമുക്കിട്ട് ഇങ്ങനെ ഓരോ പണികളൊക്കെ തരുമ്പോൾ അടുത്ത സിനിമയിൽ ഞാൻ വിളിപ്പിക്കും. ഏതെങ്കിലും പൊട്ടന്റെയും മണ്ടന്റെ ഒക്കെ വേഷം വെച്ച് കൊടുക്കും. അവനെ ചെയ്തിട്ട് എന്തെങ്കിലും കാണിച്ചിട്ട് പോട്ടെ, നമുക്കത് കുഴപ്പമില്ല. ஓகே, விஜய் சேதுபதி. அன்பார்ந்த வாக்காளர் பெருமக்களே, பார்த்து ஓட்டு போடுங்க. தயவு செஞ்சு சிந்திச்சு ஓட்டு போடுங்க. ஆனால் ஓட்டு போடுறது முக்கியம். எப்போவுமே நம்ம ஊருக்கு ஒரு பிரச்சனை, நம்ம காலேஜுக்கு ஒரு பிரச்சனை, நம்ம நண்பனுக்கு ஒரு பிரச்சனை, இல்லை நம்ம ஸ்டேட்டுக்கு ஒரு பிரச்சனைன்னா சொல்கிறதுக்கு சேருங்க. ஓகேவா? நன்றி, வணக்கம், தேங்க்யூ. ஷாருக் கான். அரே மீனம்மா, don't underestimate the power of a common man. என்ன சொன்னேன்? உயிரோட வந்த நீ உயிரோட போக மாட்டேன். வெட்டி பீஸ் பீஸாக்கி பார்சல் அறுப்புடுவே. நோ നോ മാൻ, യാ. ആസിഫലി. ഒരുപാട് സന്തോഷം. ഹാപ്പി ഫ്രെയിംസിൻ്റെ ഭാഗമായിട്ടോടെ വന്നിട്ട് എൻ്റെ ഇനി വരാൻ പോകുന്നൊരു ചിത്രം എന്ന് പറയുന്നത് ഹണിബി 8.0 ആണ്. അതിൽ ഞാനും ഭാവനയും തമ്മിൽ അതിൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും ഭാവനയും തമ്മിൽ ഒരു അതിർത്തി തർക്കം വരികയും അതിൻ്റെ പേരിൽ ഞങ്ങൾ 2 ആയി പിരിയുകയും ഭാവനയുടെ ഫാമിലി വന്ന് എന്നെ തല്ലുകയും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി പോയി ഇടിയുണ്ടാകും, ബഹളം ഉണ്ടാകും. ലാസ്റ്റ് നമ്മളൊരു ഒരു കടലിനടിയിൽ പോയി ഫ്രഞ്ച് അടിക്കുന്നതുകൊണ്ട് ഹണിബി 8.0 തീരുകയാണ് അവിടെ. ഓക്കെ. ചാണ്ടിയമ്മൻ. രഹസ്യന്റെ പേരിൽ എന്തൊക്കെ ആണ് കാണിച്ചു കൂട്ടുന്നത് അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ? ഞാനൊരു മകനല്ലേ
നിങ്ങൾ മക്കളല്ലേ, നിങ്ങളുടെ പിതാവിന് ഒരു ദുഃഖം വന്നാൽ ഒരു സന്തോഷം വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്തത്? ഇന്നലെ ഇറക്കിയിരിക്കുകയാണ് പാർവതി ഒരു ഓഡിയോ എന്റെ കുടുംബത്തിനെതിരെ. അക്ഷയ് കുമാർ. जो मैं बोलता हूँ, जो मैं करता हूँ, राठौर राउठी राठौर, मैं हूँ खिलाड़ी. खिलाड़िയാണ് ഹാർപ്പിക്ക് ഉപയോഗിക്കൂ. നിങ്ങളുടെ കുടുംബം വൃത്തിയാക്കൂ. കുടുംബം വൃത്തിയാക്കാൻ. ലാസ്റ്റ് റൗണ്ട് അർജുന അശോകൻ. ഒരുപാട് സന്തോഷം. കാരണം 2023 ഏറ്റവും കൂടുതൽ ഹാപ്പിയായ വ്യക്തി ഞാനായിരിക്കും. കാരണം പ്രണയവിലാസം തൊട്ട് ടിനിച്ചേട്ടൻ്റെ ചാവേറ് ഇപ്പോൾ ലാസ്റ്റ് ബ്രഹ്മയുഗമൊക്കെ വന്ന് നിൽക്കുന്നത്. ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മുടെ അച്ഛ ഒരു ബ്രഹ്മയുഗം കണ്ടിട്ട് എല്ലായിടത്തും പറഞ്ഞ് ഇന്ന സീനെടുത്ത് മെൻഷൻ ചെയ്തിട്ട് അച്ചു നന്നായി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മകൻ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. ഓക്കെ, സൂര്യ. தமிழ்நாடு மட்டும் 500 போஸ்ட் ஹவுஸ் இன்னர் வச்சிருக்காங்க. அது மட்டும் இல்லை, இந்தியா முழுக்க 1049 ரிலையன்ஸ் பெட்ரோல் இன்னர் வச்சிருக்காங்க. அங்கே டிக்கெட் புக் பண்ணலாமே. அப்போ விவசாய வீட்டில் கம்ப்யூட்டரோ இன்னொன்று வேணும் அவசியம் இல்லை. ഞാനിപ്പോ ആലോചിക്കണം നിങ്ങളുടെ വായിന്റെ അകത്ത് എന്ത് പ്രവർത്തനം നടക്കണേന്ന്. എന്താ ചെയ്യാ നമ്മളിങ്ങനെയൊക്കെ ചെയ്യല്ലേ. ഇതുവരെ എനിക്കാരും ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് തോന്നാ. ദിലീപേട്ടൻ നാദൃഷിക്കയുടെ കാര്യം പറഞ്ഞാണ്. അപ്പൊ ദിലീപേട്ടന്റെ ഒരു മാനേഴ്സ് ആണ്, വോയിസ് അല്ലേ മാനേഴ്സ്. നമസ്കാരം, എന്താ പേര്? പാർവതി. പാർവതി, ഞാൻ പാർവതി വിളിക്കും, കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. മഹേഷ് സംസാരിക്കണ്ട, ഞാൻ പറയാം. സിദ്ദിഖ് നീയും ഉണ്ടട്ട. ഞാൻ പറഞ്ഞു വന്നത് നാദൃഷയെ പറ്റി പറയുമ്പോൾ നാദൃഷ വളരെ നല്ലൊരു മനുഷ്യനാണല്ലേ. നല്ലൊരു പാരഡി എഴുതുന്ന ആളാണ്, നല്ലൊരു പാട്ടുകാരനാണ്. ഇപ്പൊ സമയത്രേ? ഇപ്പൊ സമയം 7 മണിയായി. വെറുതെ 6 മണിക്ക് ശേഷം കള്ളം പറഞ്ഞ് എനിക്ക് തലവേദന എടുക്കും. അതെന്താണെന്നറിയില്ല, ഭയങ്കര തലവേദന. നാദൃഷയെ പറ്റി പിന്നെ പറയാം. ലൈവ് ഞാൻ ഇരുന്ന് കാണുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, രണ്ടുപേരും നമ്മൾ ഇന്ററാക്ഷൻ. അപ്പൊ താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു കുറച്ചു നേരം ഭയങ്കര എന്റർടൈൻഡ് ആയിട്ടിരുന്നു. ഭയങ്കര രസം. എനിക്കൊരു ഇന്റർവ്യൂ മൂഡ് വേണമെന്നുണ്ടായിരുന്നില്ല. നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാം, കുറെ പെർഫോം ചെയ്യാന്നൊക്കെ ഉള്ളൊരു എന്താ എന്നെ അഭിനയിക്കാണോ? അത് മാത്രല്ല പാർവതിയാണ് നമ്മളെ 3 പേരെയും അല്ലെ ഞങ്ങള് ഫസ്റ്റ് ടൈം. വേറെ കുറെ ആൾക്കാർക്ക് കുറെ ഡൗട്ട് ഉണ്ട്. ഇപ്പം ഞങ്ങൾക്കിടെ ഇപ്പൊ ഈഗോയുടെ ആരും ചോദിച്ച പോലെ തന്നെ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നൊരു വ്യാജ പ്രചരണം ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വിരാമമാണ് സുഹൃത്തുക്കളെ. അല്ല, ഒറ്റയ്ക്കല്ല, ഒന്നിച്ച് വരുമ്പോ അതിന് അതിന്റേതായ രസം ഉണ്ടാവും. അപ്പൊ ഒന്നിച്ച് കാണാൻ പറ്റിയതിലും പെർഫോമൻസ് ഒക്കെ നേരിട്ട് കുറച്ചു നേരം ഇരുന്ന് കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ മിമിക്രി എന്നുള്ളത് ഒരു ചെറിയ കാര്യമൊന്നും അല്ല, അത് ഭയങ്കര വാല്യൂ ഉള്ള ഒരു കാര്യം തന്നെയാണ്. ആ വാല്യൂ ഉള്ള 3 ആൾക്കാരാണ് ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇനിയും ഒരുപാട് ഹൈറ്റ്സിൽ എത്തട്ടെ. 3 പേരും ഒരുപാട് സ്റ്റേജ് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. സിനിമയിലൊക്കെ 3 പേർക്ക് അഭിനയിക്കാൻ പറ്റട്ടെ. അപ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ ആ വളർച്ച കാണട്ടെ. പാർവതിക്കും എല്ലാം അതുപോലെ താങ്ക് യു സോ മച്ച്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞു. ഫോട്ടോ എടുത്തു. അല്ല സിദ്ദിഖ് എടുക്കണ്ടോ? മോനെ ഇവിടെ നിന്നാലും